കോഴിക്കോട് നിഖാബ് ധരിച്ചില്ല എന്നാരോപിച്ച് മുസ്ലിം യുവതിക്കെതിരെ നടക്കുന്നത് അതിക്രൂരമായ സൈബർ ആക്രമണം. യുവതിയുടെയും മക്കളുടെയും ഫോട്ടോയടക്കം വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിക്കുകയും പൊതു ഇടങ്ങളിൽ നിന്ന് യുവതിയുടെ ഫോട്ടോ എടുത്തെന്ന് ചൂണ്ടിക്കാട്ടിയും കക്കൂർ സ്വദേശിനിയുടെ കുടുംബം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. സമസ്തയിലെ AP വിഭാഗമാണ് പ്രചാരണങ്ങൾക്ക് പിന്നിലെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. ദിസ്ന സുരേഷ് ചേരുന്നു. ദിസ്ന, പറയൂ. രോഹിണി, പ്രധാനമായും എടുത്തു പറയേണ്ടത് ഈ നിഖാബ് ധരിച്ചില്ല എന്നാരോപിച്ചാണ് മുസ്ലിം യുവതിക്കെതിരെ ഇത്തരത്തിൽ അതിക്രൂരമായ സൈബർ ആക്രമണം നടക്കുന്നത്. കഴിഞ്ഞ ദിവസവും ഈ വാർത്തകളൊക്കെ തന്നെയും വലിയ ചർച്ച ചെയ്യപ്പെട്ടൊരു കാര്യമാണ്. ഇത് സംബന്ധിച്ചാണ് ഈ കാക്കൂർ സ്വദേശിയായ യുവതിയും കുടുംബവും പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. ഈ സമസ്തയിലെ AP വിഭാഗമാണ് ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾക്ക് പിന്നിൽ എന്നൊരു കാര്യം തന്നെയാണ് ഈ യുവതിയും കുടുംബവും ഉൾപ്പെടെയുള്ള ആളുകൾ മാധ്യമങ്ങളോടക്കം പങ്കുവച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഇത്തരത്തിൽ ഈ യുവതികൾ പ്രധാനമായും എടുത്തു പറയേണ്ടത്, നമുക്കറിയാം, ഒരു യാത്ര ചെയ്ത ഒരു ആളുടെ ഒരു കഥയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അതായത് കശ്മീരിലേക്ക് യാത്ര ചെയ്ത ഒരു സ്ത്രീക്കെതിരെയും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ ഈ നിഖാബ് ധരിച്ചില്ല എന്ന് പറഞ്ഞ വലിയ രീതിയിൽ ഈ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ തന്നെ ആക്രമിക്കുകയാണ് എന്നാണ് ഈ യുവതി ഇപ്പോൾ പരാതിയായി പറഞ്ഞിരിക്കുന്നത്. അതും ഒരു വിഭാഗം മാത്രം, ഈ സമസ്ത AP വിഭാഗമാണ് ഇത്തരത്തിൽ തനിക്കും കുടുംബത്തിനുമെതിരെ ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നത് എന്നൊരു കാര്യം ആണ് ഈ കാക്കൂർ സ്വദേശി പരാതിയിൽ നൽകിയിരിക്കുന്നത്. ഇതിനെതിരെ വലിയ രീതിയിലുള്ള നടപടി, അല്ലെങ്കിൽ കൃത്യമായ ഒരു നടപടി ഉണ്ടാവണം എന്ന് തന്നെയാണ് ഈ കുടുംബം പ്രധാനമായും ആരോപിക്കുന്നത്. ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ തന്നെയും കുടുംബത്തെയും വലിയ രീതിയിൽ അധിക്ഷേപിക്കുന്ന തരത്തിലാണ് ഈ പണ്ഡിതന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ കമന്റുകളും പ്രതികരണവുമായി രംഗത്ത് വരുന്നത് എന്ന് തന്നെയാണ് ഈ യുവതിയുടെ പരാതി. രോഹിണി, നമുക്കറിയാം, ഒരുതരം താലിബാനിസം നടപ്പാക്കുന്നതിനുള്ള രീതിയാണ് എന്ന് തോന്നിപ്പോകും. കാരണം വിധവയായ ഒരു സ്ത്രീ ഇത്തരത്തിൽ വിനോദയാത്രയ്ക്കൊന്നും പോകണ്ട, വീടിന്റെ ഏതെങ്കിലും ഒരു മൂലക്കിരിക്കുക എന്നുള്ളൊരു പരാമർശം ആദ്യം നടത്തി. ഇപ്പോൾ രണ്ടാമത് നിഖാബ് ധരിക്കാത്ത ഒരു യുവതിയുടെ പുറകെ നടന്ന് ഫോട്ടോ എടുക്കുകയും അവരുടെ മക്കളുടെ അടക്കം ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച് അങ്ങേയറ്റം അപക്വമായ രീതിയിലുള്ള പ്രസ്താവനകൾ നടത്തുകയും ഒക്കെ ചെയ്യുന്നു. ഈ രാജ്യത്ത് ഒരു നിയമവ്യവസ്ഥയുണ്ട്, പുരോഗമനപരമായി ചിന്തിക്കുന്ന ഒരു കൂട്ടം ജനതയുണ്ട്. ഇവിടെയാണ് ഇത്തരത്തിലുള്ള കാടൻ നിയമങ്ങളും കാടൻ പ്രസ്താവനകളുമായി ഇവരൊക്കെ രംഗത്തെത്തുന്നത് എന്നുള്ളതാണ്. തീർച്ചയായും രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ കാലം മാറുന്നുണ്ടെങ്കിലും അവരുടെ ഇടയിലുള്ള ചിന്താഗതിക്ക് മാറ്റം ഉണ്ടാകുന്നില്ല എന്നതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം തന്നെയാണിത്. നമുക്കറിയാം, ഒരു വിധവയായ സ്ത്രീ അവരുടെ ആഗ്രഹങ്ങളൊക്കെ തന്നെയും നിറവേറ്റുവാൻ ഇത്തരത്തിൽ യാത്ര ചെയ്യുന്നു. അതിനുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് രാജ്യത്ത് ജീവിക്കുന്ന ഏതൊരാൾക്കും ഉണ്ട്. അതായത് നമ്മുടെ സ്വപ്നങ്ങളെ ഒക്കെ തന്നെയും യാഥാർത്ഥ്യമാക്കി ജീവിക്കുക എന്നത് വലിയ രീതിയിൽ സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ്. അതിനെതിരെയൊക്കെ തന്നെയും മതപണ്ഡിതന്മാർ, അത് ചിന്തിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, അതായത് ഈ സമസ്ത പോലെയുള്ള മതവിഭാഗത്തിൽപ്പെട്ട ആളുകളിലെ മുതിർന്ന നേതാക്കന്മാർ ഇത്തരത്തിൽ അതിനെതിരെ പ്രതികരണവുമായി സമൂഹ മാധ്യമങ്ങളിൽ വരുമ്പോൾ ആ കുടുംബത്തിന് അത് എത്രത്തോളം വേദന ഉണ്ടാക്കുന്നത് എന്ന് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ സമാനമായ സംഭവത്തിൽ കണ്ടതാണ്. അതുപോലെ തന്നെ ഈ യുവതിയുടെ അടക്കം, അതായത് യുവതിയുടെയും മക്കളുടെയും ഒക്കെ തന്നെയും ചിത്രങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പ് വഴി പ്രചരിപ്പിച്ചോ വലിയ രീതിയിൽ അവരെ സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുത്തുവാനുള്ള ഒരു ശ്രമം ഉണ്ടാവുന്നു എന്നത് തന്നെയാണ് ഈ യുവതിയുടെ പരാതിയിൽ വ്യക്തമാക്കുന്നത്. ഇവരുടെ കുടുംബത്തിന്റെ ഫോട്ടോ എടുക്കുന്നു, അതോടൊപ്പം തന്നെ മക്കളുടെ ഫോട്ടോ എടുക്കുന്നു. ഈ ഫോട്ടോയൊക്കെ തന്നെ വിവിധ ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഇത്തരത്തിൽ ഈ മത നിയമങ്ങളൊന്നും തന്നെ പാലിക്കുന്നില്ല എന്ന രീതിയിൽ വലിയ രീതിയിലുള്ള വ്യാജ പ്രചരണം നടത്തുന്നു എന്ന് തന്നെയാണ് ഈ യുവതി നൽകിയ പരാതിയിലുള്ളത്. ഈ പ്രചാരണങ്ങൾക്കൊക്കെ പിന്നിൽ ഈ സമസ്തയിലെ AP വിഭാഗമാണെന്നും ഈ യുവതി കൂട്ടിച്ചേർക്കുന്നുണ്ട്. നേരത്തെ രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ചിന്താഗതികൾ മാറാത്തത്? ആ ചിന്താഗതികളൊക്കെ തന്നെ ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ വലിച്ചിഴച്ച് അവരെ വലിയ രീതിയിൽ അപമാനിക്കുന്ന തരത്തിലേക്ക്, അത് വലിയൊരു രീതിയിലുള്ള ചർച്ചയിലേക്ക് എത്തിക്കുന്നു എന്നത് തന്നെയാണ് കഴിഞ്ഞ ഇടയ്ക്കൊക്കെ നടന്ന ഈ സംഭവങ്ങളിൽ നിന്നൊക്കെ നമുക്ക് വ്യക്തമാകുന്നത്. നേരത്തെ രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ കശ്മീരിലേക്ക് യാത്ര ചെയ്ത, അല്ലെങ്കിൽ ആ കുളു മണാലിയിലേക്ക് യാത്ര ചെയ്ത ആ യുവതിയുടെ വീഡിയോ ഒക്കെ തന്നെയും സോഷ്യൽ മീഡിയ വഴി പങ്കുവെച്ച് വലിയ രീതിയിലുള്ള മാനസിക സമ്മർദ്ദത്തിലേക്ക് എത്തിക്കുവാൻ ഈ എതിർ വിഭാഗത്തിന് കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഈ യുവതിയെയും കുടുംബത്തെയും അധിക്ഷേപിക്കുന്നത് എന്നൊരു പരാതിയുമായാണ് ഇവർ നിലവിൽ രംഗത്ത് വന്നിട്ടുള്ളത്. രോഹിണി,
ശരി ദിസ്ന, എന്തായാലും ഇപ്പോൾ സമസ്തയിലെ AP വിഭാഗമാണ് പ്രചാരണങ്ങൾക്ക് പിന്നിൽ എന്നുള്ള കുടുംബത്തിന്റെ ആരോപണം വരുന്നുണ്ടല്ലോ. അതുമാത്രമല്ല, ഈ അനുവാദമില്ലാതെ ഫോട്ടോ എടുത്ത് സൈബർ ആക്രമണം നടത്തുന്നതിനെതിരെയും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പോലീസിൽ നിന്നൊരു തുടർ നടപടി ഈ കാര്യത്തിൽ പ്രതീക്ഷിക്കാമോ? തീർച്ചയായും യുവതി അടക്കമുള്ളവർ ഈ സൈബർ ആക്രമണത്തിനെതിരെയാണ് ഇത്തരത്തിൽ പരാതി നൽകിയിരിക്കുന്നത്. അവരുടെ കയ്യിൽ കൃത്യമായ തെളിവുകളുണ്ട്. ആ തെളിവുകളുടെ അടിസ്ഥാനത്തിലൊക്കെ തന്നെയാണ് ഇപ്പോൾ കാക്കൂർ പോലീസിൽ ഈ കുടുംബം പരാതി നൽകിയിട്ടുള്ളത്. നമുക്കറിയാം, ഇത്തരത്തിൽ പുരോഗമന ചിന്താഗതി ഉണ്ട് എന്ന് പറയുമ്പോഴും ഉന്നമനത്തിന് വേണ്ടി പ്രയത്നിക്കണം എന്ന് പറയുമ്പോഴും സമൂഹ മാധ്യമങ്ങളിലൂടെ ഇത്തരത്തിൽ ഈ മതത്തിന്റെ, അതായത് മതപരമായ കാര്യങ്ങൾ പാലിച്ചില്ല എന്ന് പറഞ്ഞ് രംഗത്ത് വരുന്ന ഒരു വിഭാഗം ആളുകൾ ഇപ്പോഴും ഉണ്ട് എന്നതിന്റെ സൂചന തന്നെയാണ് ഈ യുവതിക്ക് നേരെ വരുന്ന ആക്രമണം എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ആ യുവതിയെ മാത്രമല്ല, ഈ യുവതിയുടെ മക്കളുടെ അടക്കം ഫോട്ടോകളാണ് ഇത്തരത്തിൽ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിക്കുന്നതും അവരെ സംബന്ധിച്ച അനാവശ്യ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും പോലീസ് നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നാണ് ഈ കുടുംബത്തെ അറിയിച്ചിട്ടുള്ളത് എന്ന് തന്നെയാണ് നമുക്ക് നിലവിൽ ലഭ്യമായിട്ടുള്ളത്. ഈ പുരോഗമനപരമായി ചിന്തിക്കുന്ന ആളുകൾ ഉള്ള ഒരു സമൂഹമാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കാലഘട്ടമാണ് രോഹിണി. പക്ഷേ ആ കാലഘട്ടത്തിൽ പോലും ഇത്തരം ചിന്താഗതിയുള്ള ആളുകൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്നതിന് നിരവധി തെളിവുകൾ തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെയും. അതായത് വിദ്യാഭ്യാസ കാര്യത്തിലാകട്ടെ എല്ലാ കാര്യത്തിലും മുൻപന്തിയിലാണ് നമ്മളൊക്കെയും എന്ന് അവകാശപ്പെടുമ്പോഴും ഇത്തരത്തിൽ രൂക്ഷമായ വിമർശനം വരുന്നു. മതത്തിന്റെ പേരിൽ അല്ലെങ്കിൽ മതപരമായ കാര്യങ്ങൾ അനുഷ്ഠിച്ചില്ല എന്ന് പറഞ്ഞ ഒരു കുടുംബത്തെ മുഴുവനായും ഒറ്റപ്പെടുത്തുവാനുള്ള ഒരു ശ്രമം നടക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്നും വ്യക്തമാവുന്നത്. രോഹിണി. ശരി ദിസ്ന, കോഴിക്കോട് നിക്കാബ് ധരിച്ചില്ല എന്നാരോപിച്ചാണ് മുസ്ലിം യുവതിക്കെതിരെ അതിക്രൂരമായ സൈബർ ആക്രമണം നടത്തുന്നത്. യുവതിയുടെ മക്കളുടെയും ഫോട്ടോയടക്കം വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിക്കുകയും പൊതു ഇടങ്ങളിൽ യുവതിയുടെ ഫോട്ടോ എടുക്കുകയും ചെയ്തു. എന്തായാലും ഇതിനൊക്കെ എതിരെ കുടുംബം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് എന്ന് മാത്രമല്ല, സമസ്തയിലെ AP വിഭാഗമാണ് പ്രചാരണങ്ങൾക്ക് പിന്നിൽ എന്നും കുടുംബം ശക്തമായി ആരോപിക്കുന്നുണ്ട്. നമുക്കറിയാം, വീടിനുള്ളിൽ പ്രസവിക്കുക, വീടിന്റെ ഏതെങ്കിലും മൂലയിൽ സ്ത്രീകൾ ഇരിക്കുക, ഇങ്ങനെ തുടങ്ങി മതപരമായ പല ചിട്ടവട്ടങ്ങളും കൊണ്ടുവരുന്ന ഒരു താലിബാനിസം നടപ്പാക്കുന്ന രീതിയും പ്രവണതയും ഒക്കെ കാണുന്നുണ്ട്. നമ്പർ 1 കേരളത്തിലാണിത്. പൊതുജനം ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങേയറ്റം വിദ്യാസമ്പന്നരായ ഒരു ജനസമൂഹത്തിനിടയിലേക്കാണ് ഇത്തരം പ്രചാരണങ്ങളും പ്രസ്താവനകളും നടത്തുന്നത് എന്നുള്ളത് കൂടി ഓർക്കേണ്ടതാണ്. ദിസ്ന സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.